ഈ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അതിഗംഭീരമായ ചെറുത്തുനിൽപ്പ് മുതൽക്ക് അവർക്ക് സകല വിധത്തിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഇറാനായിരുന്നു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. കാര്യം പലസ്തീനിലെ ആളുകൾ ഇറാനിലെ പേർഷ്യൻ വംശജരല്ല, അവർ അറബികളാണ്. പക്ഷേ ചുറ്റുപാടുമുള്ള അറബി രാജ്യങ്ങളൊക്കെ മിക്കവാറും നിസ്സംഗതയാണ് പുലർത്തിയത്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ഈജിപ്റ്റ് ആണെങ്കിലും സിറിയ ആണെങ്കിലും ജോർഡാൻ ആണെങ്കിലും ലെബനോൺ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും അവരായി അവരുടെ പാടായി പലസ്തീനികൾ എവിടെയെങ്കിലും പോട്ടെ എന്ന നിലപാടാണ് പുലർത്തിയത്. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ആ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി. പിന്നെ ഇവർക്ക് കഴിക്കാൻ വല്ല പുല്ലോ വക്കോലോ കാടിവെള്ളോ വല്ലതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, മനുഷ്യത്വപരമായ നിലപാട് എന്ന രീതിയിൽ ചെയ്യാമെന്നല്ലാതെ ഈ കഷ്ടപ്പെടുന്ന ഫലസ്തീനികളെ പിന്തുണയ്ക്കാൻ ആകെ വന്നിട്ട് പോയിട്ട് യമനിലെ ഹൂതികളും പിന്നെ ഈ പറഞ്ഞ ഇറാനും മാത്രം ഉണ്ടായിരുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ ഹമാസിനെ പിന്തുണക്കണം, എന്തെങ്കിലുമൊക്കെ ദമ്പിടി കൊടുക്കണം എന്ന ആഗ്രഹമില്ലാണ്ടല്ല, അവരുടെ കയ്യിലൊന്നുമില്ല. അവർ തന്നെ ഇതുപോലെ ആരെങ്കിലും കൊടുത്തിട്ട് വേണം വൈകുന്നേരത്തെ അത്താഴത്തിന് അരിയിടാൻ എന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. പിന്നെ നമ്മുടെ കേരളത്തിലെ ചില പ്രബുദ്ധ സംഘടനകളായിരുന്നു DYFI, SFI, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്, SIU, യൂത്ത് ലീഗ്, അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് ചില പ്രകടനങ്ങളൊക്കെ നടത്തി. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രിയങ്ക ഗാന്ധി, ഇങ്ങനെയുള്ള ചില ദേശീയ നേതാക്കളുമൊക്കെ ഹമാസിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പിന്നെ ഇപ്പോൾ നിലമ്പൂർ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്വരാജ്, അദ്ദേഹം ഹമാസിനെ പിന്തുണച്ചു. പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ ഒന്നും പിന്തുണ കൊണ്ട് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സ്വരാജ് നായർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഹമാസിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. വല്ല തോക്കോ വെടിയുണ്ടയോ അല്ലെങ്കിൽ അത്താഴത്തിന് കഴിക്കാൻ റൊട്ടിയോ ചപ്പാത്തിയോ എന്തെങ്കിലും കൊടുക്കട്ടെ. തേങ്ങാപ്പിണ്ണാക്കെങ്കിലും കൊടുത്തിട്ടാണ് വർത്തമാനം പറഞ്ഞെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ട്. അതുപോലും ആരും കൊടുത്തില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അങ്ങനെ ഇസ്രായേലിൻ്റെ കൈയും ഹമാസിൻ്റെ പുറവുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയാൻ കൂട്ടാക്കിയ ഒരേ ഒരു രാജ്യം ഇറാനായിരുന്നു. ഹൂത്തികൾ അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാർ. പിന്നെ ഒരു ചെറിയ പരിധി വരെയെങ്കിലും തുർക്കിയായിരുന്നു. അങ്ങനെ ഇവരോട് സമരസപ്പെട്ട, അവരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന് ഇറാനോട് തീർത്താൽ തീരാത്ത പകയാണ്. അമേരിക്കയുടെ ആരും പറയാനുമില്ല. അമേരിക്കയ്ക്ക് നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ. മാത്രമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഇറാനിൽ പോയി നമ്മുടെ പാസ്പോർട്ടിൽ ഇറാൻ്റെ സീല് വീണാൽ പിന്നെ ജമ്മം കാലത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ കാലെടുത്ത് ഔട്ടം എന്ന് വിചാരിക്കണ്ട. ആ ഒറ്റ കാരണത്തിൽ അവിടേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അമേരിക്കയുമായി എന്തെങ്കിലും ബന്ധമുള്ളൊരു പാസ്പോർട്ട് ഇട്ട് നമുക്ക് ഇറാനിൽ പോകാനും പറ്റുകയില്ല. അങ്ങനെ അത്ര രസകരമായ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമേ. ആ ഇറാൻ കുറച്ചധികം നാളായിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കും, ഇസ്രായേൽ തിരിച്ച് വെല്ലുവിളിക്കും, നാളെ തട്ടും മറ്റന്നാൾ തട്ടും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ചാളായി. അതേ ഞാൻ പറഞ്ഞ് ഈ പുലി വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചാളായി. കുറച്ച് നാൾ മുമ്പ് ഇവർ തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായതാണ്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതാണ്. അത് പക്ഷേ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയില്ല. അതിന് പകരമായിട്ട് ഇറാനും ചില ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. രണ്ടുപേരും തൽക്കാലത്തേക്ക് അടങ്ങിയതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞിട്ടാണ് അടിച്ചത്. പറഞ്ഞത് ഇസ്രായേലുമല്ല, അമേരിക്കയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശുഭമുഹൂർത്തത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവും എന്ന് നേരത്തെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചു, ഇസ്രായേലും പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ആക്രമണം ഉണ്ടായി. ഈ ഇറാൻകാർ മൂടി പൊതിച്ച് കിടന്ന് ഉറക്കുന്ന സമയത്താണ് അവരുടെ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് പ്രധാന നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രത്തിൽ വരെ ഇവരുടെ ആക്രമണം ഉണ്ടായി. മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ച് ഭയാനകമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഏതാണ്ട് 200 ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രത എത്രയായിരിക്കും, അതിൻ്റെ പ്രഹരശേഷി എത്രയായിരിക്കും എന്ന് കാണുന്നവർക്ക്, നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നു. ഇസ്രായേലിൻ്റെ പ്രഹരശേഷി അതിഭയങ്കരമാണ്. അതാണ് ബന്ദുകാലിൻ്റെ തൊഴി പോലെയുള്ള പ്രഹരമല്ല. ഏതായാലും ഇതേ തുടർന്ന് അവിടുത്തെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. 2 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരും
പരലോകപ്രാപ്തരായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും അലി ഖമേനി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അദ്ദേഹം ഉടനെ തന്നെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഡ്രോണുകൾ ഇവിടുന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇസ്രായേലിൽ ചേർന്ന് വലിയ നാശമുണ്ടാക്കി എന്നാണ് നമ്മുടെ മീഡിയ വൺ ചാനൽ പറയുന്നത്. വേറെ ആരും തന്നെ ഇവരെ പിന്തുണയ്ക്കാനില്ല. ബാക്കി എല്ലാവരും ഈ ഇറാൻ്റെ ഹതവിധി കണ്ട് പൊട്ടിച്ചിരിക്കുന്നവരാണ്. ഏതായാലും ഇങ്ങനെ ഒരു വലിയ പരിണതി ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഏതാണ്ട് ഈ ആവണക്കണ്ട കുടിച്ച പരുവത്തിൽ അങ്ങനെ ആക്രമണം ഉണ്ടാകരുത്, സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന നിലപാടെടുക്കാനും സാധ്യത. മറിച്ച് ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് അങ്ങനെ യാതൊരു പരിമിതിയുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയാണ് പതിവ് പോലെ ആദ്യം തന്നെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കാരണഭൂതൻ. ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. ഇറാനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിലെ എല്ലാ ഇടതുപക്ഷക്കാരും ഇറാൻ്റെ കൂടെയാണ് എന്ന് പുള്ളി പ്രഖ്യാപിച്ചു. കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇനി അലി ഖമൈനിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും നിലമ്പൂരിൽ സഖാവ് സ്വരാജും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും വോട്ട് ചോദിക്കാൻ പോകും. ഞങ്ങൾ ഇറാൻ്റെ കൂടെ ആര്യടൻ ഷൗക്കത്തും വി ഡി സതീശനും ഇസ്രായേലിൻ്റെ ആളുകളാണ് എന്ന പ്രചരണം ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ നിലമ്പൂർ ആരംഭിച്ചിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കും. ഈ കോൺഗ്രസ്സിന് ഞങ്ങൾ ഇറാൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള സമയം കിട്ടില്ല. അതിനുമുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് കഴിയും. കാരണം ഈ തരം പ്രചരണത്തിലൊക്കെ CPM-കാരെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റുകയില്ല. ഏതായാലും മീഡിയ വൺ ചാനൽ സന്ദർഭത്തിനൊന്ന് ഉയർന്നുണ്ട്. അടുപ്പൂട്ടി ചർച്ച അതിരസകരമായ രീതിയിൽ നടന്നു. ഇറാൻ തിരിച്ചടിച്ചാൽ പിന്നെ ഇസ്രായേൽ ബാക്കിയുണ്ടാവില്ല എന്ന് ഡി കമ്പനിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ വിദേശകാര്യ ലേഖകൻ ഒരു രസികനാണ്, എനിക്ക് പുള്ളിയെ വലിയ ഇഷ്ടമാണ്. അയാളും പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ തിരിച്ചടി ഭയങ്കരമായിരിക്കും, ഈ ഹമാസിൻ്റെ തിരിച്ചടി ഭയങ്കരമായിരിക്കും, ഹൂതികളുടെ തിരിച്ചടി ഭയങ്കരമായിരിക്കും എന്നൊക്കെ പണ്ട് പറഞ്ഞ ആൾ തന്നെയാണ് ഇദ്ദേഹം. ഞാൻ ചിരിച്ചു പോയനെ. ആൾ വലിയ രസികനാണ്. എന്നാൽ തമാശ പറയുകയാണെന്നുള്ള യാതൊരു ഭാവം പുള്ളിന് മുഖത്തില്ല. ഏതായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.